നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് 5 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ സെറോദ സെലക്ട് ചെയ്യുന്നത്? സെറോദയുടെ കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോക്കിലും ETF-ലും ബോണ്ടുകളിലും കമ്മോഡിറ്റികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നതിനും IPO-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും പോസിബിൾ ആണ്. സെറോദ കോയിൻ ബൈ സെറോദ എന്ന ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ സെറോദ യൂസ് ചെയ്തുകൊണ്ട് ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബ്രോക്കറേജ് ഫീ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പൊ സെറോദയുടെ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് വേഴ്സിറ്റി. നമുക്ക് വേഴ്സിറ്റിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസും അതുപോലെ സംടൈംസ് സെറോദ ലൈവ് ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസും ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെന്റൽ അനാലിസിസ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കും ഓപ്ഷണൽ സ്ട്രാറ്റജീസും പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് ഒക്കെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. പല ലാംഗ്വേജുകളിലും വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പൊ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയെ കുറിച്ച് ഫണ്ടമെന്റലി പഠിക്കുന്നതിന് വേണ്ടി ടിജോറി എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം സെറോദ അക്കൗണ്ട് യൂസേഴ്സിന് സെൻസിബിൾ എന്ന പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കൂടുതലും യൂസ്ഫുൾ ആവുന്നത് ട്രേഡേഴ്സിനാണ്. ഇപ്പോൾ ഓൾറെഡി കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും അതുപോലെ തന്നെ അവർക്ക് തന്നെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ട് അവരുടെ കറന്റ് പോർട്ട്ഫോളിയോ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സെറോദയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറെ ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്. നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ക്യാൻസൽഡ് ചെക്കോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സിഗ്നേച്ചർ, ഇൻകം പ്രൂഫ്. ഇൻകം പ്രൂഫ് ഓപ്ഷനിലാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിന്റെ ആവശ്യം. അപ്പം സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ സൈനിങ് അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ നമ്പറിലോട്ടായിരിക്കും OTP ഒക്കെ വരുന്നത്. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. നമുക്ക് 2 രീതിയിൽ ഇമെയിൽ ID സെലക്ട് ചെയ്യാൻ സാധിക്കും. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന എല്ലാ ഇമെയിൽ IDസും കാണാൻ സാധിക്കും. അതിൽ സെറോദയ്ക്ക് വേണ്ടി ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറോദയ്ക്ക് വേണ്ടി ഏത് ഇമെയിൽ ID ആണ് സെലക്ട് ചെയ്യുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത പേജിൽ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. നമ്മുടെ പാൻ കാർഡ് നമ്പറും പാൻ കാർഡിലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജിൽ വാട്ട് പ്രൊഡക്റ്റ് വുഡ് യു ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത്. ഇത് ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പൽസറി ആണ്. തൊട്ട് താഴെയുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കമ്മോഡിറ്റിയും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് വേറെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആധാർ KYC വെരിഫിക്കേഷൻ ആണ്. നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 6 ഡിജിറ്റ് ഡിജിലോക്കർ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഡിജിലോക്കർ പിൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം പുതിയ പിൻ ജനറേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും സെറോദ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട് ഡിജി ലോക്കർ വഴി നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തോട്ടെ എന്ന്. അതിനുവേണ്ടി നമ്മൾ അതിന് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ആധാർ കാർഡിന്റെ തൊട്ട് നേരെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഹലോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ സെറോദയ്ക്ക് നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ സക്സസ്ഫുള്ളി ലഭിച്ചിട്ടുണ്ട്. അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. നമ്മുടെ ഫാദർ നെയിം, മദർ നെയിം, നമ്മുടെ മാരേജ് സ്റ്റാറ്റസ്, നമ്മുടെ കല്യാണം കഴിഞ്ഞതാണോ, സിംഗിൾ ആണോ അതോ മാരീഡ് ആണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആനുവൽ ഇൻകം, നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം എത്രയാണുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നിങ്ങൾ പുതിയ ഒരാളാണോ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിഫറൻസ് ഫോർ റണ്ണിംഗ് അക്കൗണ്ട് സെറ്റിൽമെന്റ്, നിങ്ങളുടെ റണ്ണിംഗ് അക്കൗണ്ട് സെറ്റിൽമെന്റ് മന്ത്ലി വേണോ ക്വാർട്ടർലി വേണോ എന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആർ യു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ഒരാളെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമ്മൾ എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഫോൺ പേ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുന്നെങ്കിൽ സെറോദയ്ക്ക് ഒരു ₹1 അയച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെബ്കാം വെരിഫിക്കേഷൻ ആണ്. അതായത് നമ്മുടെ ഒരു സെൽഫി എടുത്തിടാനുള്ള സ്റ്റേജ് ആണ്. നമ്മളിവിടെ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഒരു സെൽഫി എടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ സിഗ്നേച്ചർ. ഇപ്പൊ നമുക്ക് സിഗ്നേച്ചർ നേരത്തെ തന്നെ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ സൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇൻകം പ്രൂഫ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ്. ഇത് ഓപ്ഷണലാണ്. അവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇൻകം പ്രൂഫ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അടുത്ത സ്റ്റേജ് നമുക്ക് നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. ആഡ് നോമിനി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോമിനിയുടെ പേരെന്താണ്, നോമിനിയുടെ മൊബൈൽ നമ്പർ, നോമിനിയുടെ ഇമെയിൽ ഐ ഡി, നമ്മൾ നോമിനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നിപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസൈൻ ആണ്. നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ, 3 ടേംസ് ആൻഡ് കണ്ടീഷൻ കാണാൻ സാധിക്കും. ആ ടേംസ് ആൻഡ് കണ്ടീഷന് തൊട്ടടുത്തുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസും നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് സൈനിങ് നൗ എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും. അത് ടിക്ക് ചെയ്തതിനു ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കൺഗ്രാജുലേഷൻ, നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിന് തൊട്ടതായിട്ട് ഈ ഒരു യൂസർ ID എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളത് ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കൈറ്റ് വഴി അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് യൂസർ ID ആവശ്യമുള്ളതാണ്. ഇവിടെ നമുക്ക് ലോഗിൻ ടു കൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ തൊട്ട് നമുക്ക് പ്ലേ സ്റ്റോർ കാണാൻ സാധിക്കും. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കും ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു യൂസർ ID ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ആ യൂസർ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് കൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഒക്കെ ബേസിസിൽ നമുക്ക് സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക.